ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ ഇനി നമുക്ക് മാത്സിൽ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് എ ടെയിൽ ഓഫ് 3 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ തുടങ്ങുന്നത്? കുറേ കൺസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. അപ്പൊ എനിക്കറിയാം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് കൺസ്ട്രക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമാണെന്നുള്ളത്. പക്ഷേ അത് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ വേഗം നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക്, ഒരു കോമ്പസ്, ഒരു പെൻ ഓർ പെൻസിൽ ഒക്കെ ഉണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പൊ മക്കളെ, ഫസ്റ്റ് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ് ആണ്. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയ ഒരു ട്രയാങ്കിൾ. അതായത് നമുക്കിപ്പോൾ ഒരു ട്രയാങ്കിൾ നമ്മളോട് പറയാണ്, കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ ഇൻ വിച്ച് ഓൾ ദ സൈഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത് അല്ലെ. ഓൾ ദ സൈഡ്സ് ആർ ഓഫ് ലെങ്ത് 4 സെന്റിമീറ്റർ. ഒരു സൈഡ് തന്നിട്ടുള്ളൂ, ഒരു സൈഡ് മതിയല്ലോ അല്ലെ നമ്മുടെ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ്, ബാക്കി 2 സൈഡും 4 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചതാണ്. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്താണെന്നൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാ പോലെ സ്കെയിലൊക്കെ എടുത്ത് 4 സെന്റിമീറ്റർ ഇവിടെ വരച്ചു. അതേപോലെ പിന്നെയും സ്കെയിൽ തിരിച്ച് നിങ്ങൾ 4 സെന്റിമീറ്റർ വരച്ചു. സി എവിടെ വെക്കണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ ഇവിടെ സി വെച്ചു, ഏകദേശം വരച്ചു, പക്ഷേ 4 സെന്റിമീറ്റർ വരില്ല. നിങ്ങൾ ഇവിടെ സി വരച്ചു, ഏകദേശം വരച്ചു, 4 സെന്റിമീറ്റർ വരില്ല. ഒരു കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച്, നമ്മുടെ കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക എന്നുള്ള കാര്യം നമ്മൾ പഠിക്കാൻ പോവാണ്. ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസും സ്കെയിലും വെച്ചിട്ട് സ്കെയിലിൽ 4 സെന്റിമീറ്റർ നമ്മുടെ കോമ്പസിലാണെന്ന് എടുക്കാം. ഓക്കെ, മിസ്സും നിങ്ങളുടെ കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സൈപാഡിലാണ് ചെയ്യുന്ന ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഒരു സ്കെയിൽ കാണാൻ പറ്റുന്നുണ്ടോ? അതേപോലെ ഇവിടെ ഒരു കോമ്പസ് മിസ് വെച്ചിട്ടുണ്ട്. ഈ കോമ്പസിൽ മിസ് 4 സെന്റിമീറ്റർ മിസ് ഇവിടെ എടുത്തു. 4 സെന്റിമീറ്റർ അഥവാ 4 സെന്റിമീറ്റർ എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്നറിയോ? ഇനി നമ്മൾ ഒരു അടിപൊളി സർക്കിൾ നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഈ ഒരു 4 സെന്റിമീറ്ററിൽ അടിപൊളി സർക്കിൾ നമ്മൾ വരയ്ക്കാൻ പോവാണ് ഈ ഒരു 4 സെന്റിമീറ്ററിൽ. അപ്പൊ നിങ്ങൾ നോക്കിക്കേടാ, ഈ ഒരു ലെങ്ത്തും എന്ന് പറയുന്നത് എന്താണ്? 4 സെന്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതിനെ നമുക്ക് AB എന്ന് നമുക്ക് വിളിക്കാം. ഈ ഒരു ലെങ്ത്തിനെ നമുക്ക് AB എന്ന് നമുക്ക് വിളിക്കാം. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത് അല്ലേ? ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ വീണ്ടും നമ്മൾ കോമ്പസ് എടുക്കുകയാണ്. അപ്പൊ ഇനി B വെച്ചിട്ട് ഈ Bയിൽ നമ്മൾ ആ കോമ്പസിന്റെ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളിതാ വീണ്ടും സെയിം റേഡിയസിൽ നമ്മളൊരു സർക്കിൾ വരച്ചു. ഓക്കെ, സെയിം റേഡിയസിൽ നമ്മളൊരു സർക്കിൾ വരച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നറിയോ? ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, നിങ്ങൾ കാണുന്നില്ലേ? ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്, അയ്യോ പോയോ, ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ഒരു പോയിന്റ് ആണ്. ഇവിടെയുള്ള ഈ ഒരു പോയിന്റിലാണ് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത്. അതായത് 2 സർക്കിളും കൂടെ കൂട്ടിമുട്ടുന്നത് ആ ഒരു പോയിന്റിലാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ഒരു പോയിന്റിന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുക, ഈ ഒരു പോയിന്റിനെ ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യാം, ഈ ഒരു പോയിന്റിനെ ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യാം. ഇതിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് സി. ഓക്കെ, സി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കാൻ പോകുന്നത്. നമ്മുടെ സി ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഒരു ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇതും 4 സെന്റിമീറ്റർ ആണ്. ഇതാണ് നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും അല്ലെ? സ്റ്റെപ്പ് 1 കഴിഞ്ഞ് നിങ്ങൾ നോക്കിയ സ്റ്റെപ്പ് 2 എന്ത് ചെയ്തു? നമ്മൾ AB ആയിരുന്നു നമ്മൾ വരച്ചത്. എയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഒരു സർക്കിൾ വരച്ചു. ബിയിൽ നിന്ന് നമ്മൾ അടുത്തൊരു സർക്കിൾ. എല്ലാം 4 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് എല്ലാം നമുക്ക് 4 സെന്റിമീറ്റർ വേണം. എന്നിട്ട് ഒരു പോയിന്റ് സി നമ്മൾ അവരെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് അവരെ നമ്മൾ ജോയിൻ ചെയ്തു. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ റെഡി അല്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു ട്രയാങ്കിൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഏതൊരു ട്രയാങ്കിളും നിങ്ങൾക്ക് ഇതേപോലെ വരച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കും 5 സെന്റിമീറ്ററുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 സെന്റിമീറ്ററുള്ള ട്രയാങ്കിൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിൽ എടുത്തൊരു 5 സെന്റിമീറ്റർ എടുക്കുക. എയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു റേഡിയസ് എടുത്തിട്ട് എയിൽ വെച്ചിട്ട് നിങ്ങൾ 5 സെന്റിമീറ്റർ വരയ്ക്കാം. കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുക്കാം. എയിൽ വെച്ചിട്ട് 5 സെന്റിമീറ്റർ വരയ്ക്കാം. ബിയിൽ വെച്ചിട്ട് 5 സെന്റിമീറ്റർ വരയ്ക്കാം. രണ്ടും കൂടെ ഇതേപോലെ എന്ത് ചെയ്യും? ഇതേപോലെ ഇന്റർസെക്ട് ചെയ്യും. സോ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതേ സെയിം പ്രൊസീജിയറാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ
ഈ ചാപ്റ്ററിന്റെ ലൈവുമായിട്ട് മിസ് വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നമ്മുടെ ലൈവിന് കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇഷ്ടം പോലെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ യെസ്, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.